ആദിത്തമ്പുരാനെ 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 കിട്ടി കിട്ടി ആദിത്തമ്പുരാനെ. ഇനി മാത്രമല്ല ഗൈസ് നമ്മൾ റീച്ച് ആയിട്ടുള്ളത്. ഗൈസ് പത്രം തുറന്നാ അവിടെ അത് പത്രത്തിന്റെ അകത്തൊന്നുമില്ല, പത്രത്തിന്റെ ഫ്രണ്ട് പേജ്. അവന് കൊടുക്കാനുള്ള കായെല്ലാം കൊടുത്ത് അവനെ ഇന്ന് തന്നെ ഇവിടെ നിന്ന് കെട്ടിയിട്ടിക്കണം. അവന്റെ ഒരു മൂവിയിൽ മരണവന് കേൾക്കുന്നുണ്ടല്ലോ. ആരാ പോയത്? പരുത്തിപ്പാലയിലെ പൗലോസിന്റെ അപ്പനോ അതോ വണ്ടി ഇട്ടുന്ന ലിൻഡോ? ആരായാലും നമുക്കൊരു പറ്റിയല്ലോ. നീ വേഗം വീട്ടിലേക്ക് ഇതുവരെ യൂട്യൂബിൽ നിർത്തിയ പണം എൻഫോഴ്സ്മെന്റ് കൊണ്ട് പിടിച്ചിരുന്നു. ദമു എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. അത് എന്റെ ലൈസൻസ് അല്ലേ പോയുള്ളൂ. അത് പോയപ്പോൾ എനിക്കൊരു 10,000 പേരെ റീച്ച് കിട്ടിയിരുന്നു. അങ്ങനെയല്ല, ഈ റീച്ച് ഇവിടെ അവസാനിക്കും. കൗതുക ലേശം കൂടുതലാണ്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിക്കും. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്, കള്ളപ്പണം വെളുപ്പിക്കുന്ന ആക്ട് പ്രകാരം അതായത് നിയമലംഘനം നടത്തി, നമ്മളെല്ലാവരും മനസ്സിലായി, നിയമലംഘനം നടത്തി അത് ആ നിയമലംഘനം പ്രദർശിപ്പിച്ചു അതിലൂടെ പണം ഉണ്ടാക്കിയാൽ ആ പണം പിടിച്ചെടുക്കാൻ ഗവൺമെന്റിന് അധികാരമുണ്ട് എന്നാണ്. ഇതാണ് അവസ്ഥ. ഏത് ഗുളിയം കയറിയ സമയത്താണോ ഞാൻ. അപ്പൊ യൂട്യൂബിനോട് പറയുക ബാൻ ചെയ്യാൻ പറയും. മാത്രമല്ല യൂട്യൂബിൽ നിന്ന് എത്ര രൂപ കൊടുത്തു എന്ന് കണക്കാക്കും. ആ പണം ഇയാളുടെ അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ വസ്തുക്കളിൽ നിന്നോ സ്ഥാപന ജംഗമങ്ങളിൽ നിന്നോ ജപ്തി ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല. സെക്ഷൻ 19(1) മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം അദ്ദേഹത്തിന് അപ്പീൽ പോവാം. അപ്പീൽ അതോറിറ്റിയുടെ ഓർഡറിന് എതിരാണെങ്കിൽ അദ്ദേഹത്തിന് ഹൈക്കോടതി പോവാം. ഹലോ, സംഗതി സത്യ. ആ റിപ്പോർട്ട് കോടതിയിലെത്തിയാൽ എല്ലാരും അകത്തു പോകും. ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഹൈക്കോടതിയാണ് ഇവനെ പിടിച്ചകത്തിടാനായിട്ട് ആദ്യം ഉത്തരവിടുന്നത്. കള്ളല്ല സാർ. ആരെങ്കിലും ആദ്യം അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. എന്തൊക്കെ മേളായിരുന്നു. പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി ടമാർ പടാർ എല്ലാം കത്തിച്ചാമ്പലാവൂന്ന്. അങ്ങനെയാ കഴപ്പങ്ങ് തീർന്നു കിട്ടി.